നന്ദുവിനെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആദർശും അനിയും നയനയുടെ അടുത്തോട്ട് വരികയാണ്. ഈ സമയത്ത് നന്ദുവിനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ, എന്താ പറ്റിയേ? എന്താ ആദർശേ സംഭവിച്ചേ എന്നൊക്കെ കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്. അച്ഛാ, കുറച്ചാളുകൾ ചേർന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതാ. അച്ഛാ, തലക്കടിച്ചാ എന്നെ അവര് കൊണ്ടുപോയത്. അടി കിട്ടിയപ്പോ മുറിയൊന്നും ആയില്ലെങ്കിലും ഞാന് ബോധം കിട്ട് വീണു. മോളെ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല അമ്മേ, ഒരു കുഴപ്പമില്ല. എന്തായാലും നന്ദുവിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാ വരുന്നത്. മരുന്നുമുണ്ട്, കൃത്യമായിട്ട് മരുന്ന് കൊടുത്താൽ മതി. എന്നാലും ആരായിരിക്കും ഇത് ചെയ്തിരിക്കുക? അച്ഛാ, എനിക്ക് സംശയം ആ അനാമികയെയും അവളുടെ അച്ഛനെയുമാ. അവര് തന്നെ ഇത് ചെയ്യൂ എന്ന് നന്ദു പറയാണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല നന്ദു എന്ന് നയന പറയുന്നുണ്ട്. അല്ല ഏട്ടത്തി, അവര് തന്നെയായിരിക്കും ഇത് ചെയ്തു കാണാ. അല്ലാതെ നന്ദുവിനോട് ആർക്കാ ഇത്ര വലിയ ദേഷ്യം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പല കാര്യത്തിനും നന്ദുവിനോട് ദേഷ്യമുള്ള ഒരുപാട് പേര് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. നന്ദു ആണെങ്കിൽ ആരുടെ കാര്യത്തിലും പോയി ഇടപെടും. ഫ്രണ്ട്സിന്റെ കാര്യമായാലും അങ്ങനെ എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ട് നന്ദുവിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇനി അവരായിരിക്കാനും വഴിയില്ലേ എന്നാ ആദർശം പറയുന്നുണ്ട്. ശരിയാ, അമ്മ അനാമികയ്ക്ക് സ്വർണം കൊടുത്തു. അതിൽ നിന്ന് ഒരു മാല കാണാതായി. അമ്മ ഇപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും ഇപ്പൊ നടന്ന സംഭവവും ഇതിന്റെയൊക്കെ പിന്നില് അനാമികയും അവളുടെ അച്ഛനുമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് ആദർശം പറയണം. എല്ലാം ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. അവളെന്റെ തലയിലായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അനിയാകെ സങ്കടത്തില് അവിടെ നിന്ന് പോകുന്നുണ്ട്. നയനയാണെങ്കില് ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. എങ്ങനെയാ പറയാതിരിക്കുക? അവളുടെ ഈ സ്വഭാവം മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അനിയുമായിട്ട് കല്യാണം നടത്തില്ലായിരുന്നു. നിങ്ങൾക്കും തെറ്റുപറ്റി. കല്യാണത്തിന് മുൻപേ എല്ലാം നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടും എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ലല്ലോ. അനി നന്ദുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടക്കുമായിരുന്നുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും. അനാമിക ദേഷ്യത്തോടു കൂടി കയ്യിലിരിക്കുന്ന പേഴ്സൊക്കെ എറിയുന്നുണ്ട്. എനിക്കൊക്കെ ഓർത്തിട്ടങ്ങ് ദേഷ്യം വരിക. അച്ഛനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. പണ്ടത്തെ പോലെ തൊഷിട്ടൊന്നും അച്ഛനിപ്പം ഇല്ല. ഒന്നും ചെയ്യാൻ അച്ഛനെ കൊണ്ട് പറ്റില്ല. വെറുതെ ഇല്ലാത്ത പൈസയും കൊടുത്ത് ഗുണ്ടകളെ ഏൽപ്പിച്ചു. എന്താ മോളെ എന്താ പറയുന്നേ? അച്ഛൻ വേണമെന്ന് കരുതിയിട്ടാണോ ഇതൊക്കെ ചെയ്തേ? മോളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇതൊക്കെ ചെയ്തേ? ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാ നമ്മൾ ആ ഗുണ്ടകളെ ഏൽപ്പിച്ചത്. അവരാണെങ്കില് പേര് കേട്ട ഗുണ്ടകളാ. അതെ, അതായിരിക്കും അവളെ കെട്ടിത്തൂക്കിയെന്നും പറഞ്ഞ് ബാക്കി പൈസയും മേടിച്ച് നാട് വിട്ടത്. അത് പിന്നെ മോളെ, ആർക്കായാലും ഒരബദ്ധം പറ്റില്ലേ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നേ. ഇത് അനിയോ ആദർശേട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ നമ്മളെ തന്നെയാ സംശയിക്കുക. നമ്മളോട് കൂടുതൽ ദേഷ്യം അവർക്ക് തോന്നും. മോളെ, അച്ഛനൊരു കാര്യം പറയാം. ആ നന്ദുവിന്റെ മുൻപിലൊന്നും മോളിനി ചെന്ന് പെടണ്ട. അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവളിത് നമ്മളാ ചെയ്തെന്നറിഞ്ഞാ എന്തായാലും എന്നെയും നിങ്ങളെ രണ്ടുപേരെയും അവൾ ഇവിടെ വന്ന് തല്ലും. അവളെക്കുറിച്ചേ നിങ്ങൾക്ക് നല്ല പോലെ അറിയാത്ത കാരണ ഞാൻ കണ്ടതാ എന്റെ കൺമുൻപില് 4-5 പേരെ ഒറ്റയടിക്ക് തല്ലി വീഴ്ത്തുന്നത്. അവളെയൊന്നും നമ്മളെ കൊണ്ട് താങ്ങി നിർത്താൻ പറ്റില്ലച്ചാ. ഇതിപ്പോ എന്റെ ആഭരണങ്ങൾ വെച്ചിട്ടാ ഞാൻ പൈസ തന്നത്. ആഭരണങ്ങളും പോയി, ആ പൈസയും പോയി. അങ്ങനെ ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ദേവയാനിയെ ആയിരിക്കും. ദേവയാനി ആലോചിക്കുന്നത് ലിവർ തന്ന ആ പെൺകുട്ടിയെ കുറിച്ചായിരിക്കും. പലരും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദേവയാനി. അങ്ങനെ മുത്തശ്ശനും ആദർശും ജയേട്ടനൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവയാനി ഇങ്ങനെ മനസ്സിലോട്ട് ആലോചിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശ് വന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും മാനാഭിമാനമൊക്കെ ഉണ്ട് അമ്മേ. നീ എന്താ അങ്ങനെ പറയുന്നേ? അല്ല, അമ്മ ഒന്ന് നയനെ വിളിക്ക്. നയന അമ്മ വിളിച്ചാലേ ഇങ്ങോട്ട് വരൂ എന്നാ പറയുന്നേ. ഞാൻ എങ്ങനെ അവളെ വിളിക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും. അതല്ല അമ്മേ, എന്തിനാ? ഒരു ജീവിതമല്ലേ ഉള്ളൂ. വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ വെക്കുന്നേ. അതവൾക്കറിയില്ലേ? അവൾക്ക് വാശിയും വൈരാഗ്യമൊന്നും ഇല്ലാത്ത കാരണാണോ എന്നെ കൊണ്ട് അവളെ വിളിപ്പിക്കുന്നത്? ഞാൻ വിളിച്ചാൽ അവള് വരുമെന്ന് എന്തിനെങ്ങനെ ഷാഠ്യം പിടിക്കുന്നേ? അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇനി നീ തന്നെ പോയി അങ്ങ് വിളിക്ക്. നിനക്ക് ഭാര്യയുടെ മുൻപില് അമ്മ താഴ്ന്നു കാണുമായിരിക്കും. പക്ഷെ ഞാൻ അതിന് നിൽക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിളിക്കില്ല. നീ ആ ലിവർ തന്ന പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ തന്നത് കൊടുത്തെന്ന് പറഞ്ഞു. ഇന്നേ വരെ ബാങ്കില് സബ്മിറ്റ് ചെയ്തിട്ടില്ല. നീ എന്താ അക്കാര്യം അന്വേഷിക്കാത്തെ? ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ, അവന് നാട്ടിലില്ല. അത് കാരണ. നാട്ടിലില്ലെങ്കിലേ അവർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്ക്. നീ ഇങ്ങനെ സില്ലിയായിട്ട് നടക്കല്ല ആദർശേ. ഞാൻ എത്ര തവണയാ പറയുന്നേ അവളെ എനിക്കൊന്ന് കാണണമെന്ന്. ആ കുട്ടിയൊന്ന് കാണണം എനിക്ക്. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയെ കണ്ടേ പറ്റൂ. എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ കാണിക്കാന്ന് പറഞ്ഞല്ലോ. വീണ്ടും എന്തിനാ? അമ്മ എന്തിനാ നയനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ലിവർ തന്ന പെൺകുട്ടിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നേ? എനിക്ക് ആ കുട്ടിയോടാ സ്നേഹക്കൂടുതൽ. അല്ലാതെ എന്നെ ദ്രോഹിക്കുന്ന എൻ്റെ മരുമകളോടല്ല.
ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയുടെ കൂടെയാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുട്ടിയെ ഇനി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. നിങ്ങളൊക്കെ എന്തിനെങ്ങനെ മറച്ചു വെക്കുന്നേ? നിങ്ങളോട് പറഞ്ഞതല്ലേ ഡോക്ടർ, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യം. അമ്മേ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിക്കാം. എന്നാ നീ ഇപ്പം തന്നെ വിളിക്കുക, ഇവിടെ വെച്ച് വിളിക്കെന്നും പറഞ്ഞ് ദേവിയാനി വാശി പിടിക്കുകയാണ്. ആദർശാണെങ്കിൽ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, എന്നെ തന്നെ ഞാൻ എങ്ങനെ വിളിക്കാനാ എന്ന്. അങ്ങനെ ആദർശ് ഏതോ ഒരു നമ്പറിലോട്ട് ഡയൽ ചെയ്ത് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് അമ്മേ, വിളിച്ചാൽ കിട്ടുന്നില്ല. ഇനി എന്നും ഇതിങ്ങനെ തന്നെ ആയിരിക്കോ എന്ന് ദേവിയാനി ചോദിക്കുകയാണ്. പെട്ടെന്ന് മറുപടിയൊന്നും കൊടുക്കാനാവാതെ ആദർശ് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ദേവിയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഇവരോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല, എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ ദേവിയാനി പറയുന്നു. ആദർശാണെങ്കിൽ അനിയോട് പോയി പറയുന്നുണ്ട്. കൂടെ നവ്യയും കാണും. അനി, ഇനി എന്താ ചെയ്യാ? അമ്മ പറയുന്നത് ആ പെൺകുട്ടിയെ കാണണമെന്നാ. ഇനി എന്താ ഏട്ടാ ചെയ്യാ? ഇനി ഏട്ടത്തിയെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാ. സത്യങ്ങളെല്ലാം അമ്മയോട് പറയേണ്ടി വരും. പറഞ്ഞാൽ തന്നെ അമ്മ എങ്ങനെയാ പ്രതികരിക്കുക എന്നറിയില്ല. എല്ലാവരും ചേർന്ന് പറ്റിക്കായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നും അറിയില്ല. മരുമകളെ വെറുക്കുന്ന അമ്മായിയമ്മ മരുമകൾ എന്ത് ചെയ്താലും അത് സ്വീകരിക്കുകയില്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്താ നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കുന്നേ? അല്ല, ഏട്ടത്തിയുടെ കാര്യം പറയായിരുന്നു. ഏട്ടന് ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വല്യമ്മ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഏട്ടത്തി ഇങ്ങ് വന്നേനെ. ഞാൻ വിളിക്കില്ല, അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തില്ല. വേണമെങ്കിൽ ആദർശ് തന്നെ പോയി വിളിക്കട്ടെ. അങ്ങനെയല്ലല്ലോ വല്യമ്മേ, ഏട്ടത്തിയോട് അവിടെ നിന്നോളാനായിട്ട് വല്യമ്മ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ വല്യമ്മ തന്നെ ഒന്ന് വിളിക്കണ്ടേ? ഒന്ന് ഫോൺ ചെയ്താൽ മതി. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവളെ ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരണ്ട. വേണമെങ്കിൽ ആദർശ് തന്നെ പോയി വിളിക്കുക, അല്ലാതെ ഞാനായിട്ട് അവളെ വിളിക്കില്ല. വേണ്ട, അവൾ കുറച്ചു നാളും കൂടെ അവിടെ സന്തോഷത്തിൽ നിൽക്കട്ടെ, അതിനുശേഷം ആലോചിക്കുക എന്ന് ആദർശ് പറയാണ്. അമ്മ വാ എന്നും പറഞ്ഞ് ദേവിയാനിയുടെ കൈയും പിടിച്ച് ആദർശ് ഉള്ളിലോട്ട് പോകുന്നു. എന്നാ നവ്യ അനിയോട് പറയുന്നുണ്ട്, എന്താ അനി, നീ എന്താ അനാമികയെ കൊണ്ടുവരാത്തെ? നീ പോയി അവളെ വിളിച്ചിട്ട് വാ. എന്തിനേട്ടത്തി, അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അവളുടെ താളത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് മുത്തശ്ശൻ ഡോക്ടറെ കാണുന്നതാണ്. ഡോക്ടർ മുത്തശ്ശനോട് പറയുന്നുണ്ട്, എന്തോ വലിയ മിറാക്കിൾ നടന്നിട്ടുണ്ടോ, നിന്റെ എല്ലാ രോഗവും മാറി. ശരിക്കും എൻ്റെ എല്ലാ അസുഖവും മാറിയോ? പൂർണ്ണമായിട്ട് മാറിയെന്നാണോ ഡോക്ടർ പറയുന്നേ? പൂർണ്ണമായിട്ട് മാറി. എന്നാ ഞാൻ ഡോക്ടറോട് ഒരു കാര്യം പറയാം. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, ആരോടും പറയണ്ട. അതെന്താടോ അങ്ങനെ? എല്ലാ വീട്ടിലെയും പോലെ ഞങ്ങളുടെ വീട്ടിലും ചെറിയ പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അതിങ്ങനെ ഒരസിലില്ലാതെ കൊണ്ടുപോകുന്നത് എൻ്റെ ഇപ്പം ഈ വെയ്യായ കാരണ. വീട്ടിലെ കാരണവർക്ക് വെയ്യായ ആയി എന്ന് പറഞ്ഞപ്പോൾ മുതൽ എല്ലാവർക്കും ചെറുതായൊരു മയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ വീണ്ടും അവർ ഓരോന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ വീട്ടിലുണ്ട്, സ്വത്തുക്കളെല്ലാം ഭാഗം വയ്ക്കാൻ. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരും ആ വീട്ടിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ആരോടും പറയണ്ട, നമ്മളെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഞാനായിട്ട് ആരോടും പറയുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. നിങ്ങൾ ഡോക്ടർമാരെ രോഗികളോട് ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ? അല്ല, മരിക്കാൻ പോകുന്ന ആൾക്കാരെ മരിക്കാൻ പോകാൻ വിടാതെ രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് മൂർത്തി സാറ് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് കൂടണം, കുറച്ചു നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയണം. സമയമുള്ളപ്പോൾ നീ പറയണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താ മുത്തശ്ശി വിവരമൊന്നും അറിയാതെ ആകെ ടെൻഷനിലായിരിക്കും. ദേവയാനിയോടും ജയനോടും പറയുന്നുണ്ട്, മുത്തശ്ശൻ പോയിട്ട് ഒരു വിവരമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് ഡോക്ടറെ വിളിച്ചു നോക്ക്. അപ്പോഴേക്കും മുത്തശ്ശൻ വരുന്നുണ്ടായിരിക്കും. ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ വന്നല്ലോ എന്ന്. അങ്ങനെ മുത്തശ്ശി ഉള്ളിലോട്ട് വരുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന്. അത് പഴയ പോലെ തന്നെ, എന്നോട് വല്ലാത്ത സ്നേഹമാണ് ആ രോഗത്തിന്, അതുകൊണ്ട് തന്നെ പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഈ വീട്ടിൽ പൂജാ റൂം തുറക്കാറേ ഇല്ല. എപ്പോഴെങ്കിലും ഞാനൊന്ന് കയറി എന്തെങ്കിലും ചെയ്താലായി. ഒന്ന് വിളക്ക് വെക്കാൻ പോലും കൃത്യമായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. നയനമോളുള്ളപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വീട്ടിലുള്ള ദൈവങ്ങൾ കണ്ണു തുറന്നാലല്ലേ പുറത്തുള്ള ദൈവങ്ങളുടെ കാര്യം. എന്നാ പറയുന്നുണ്ട് മുത്തശ്ശൻ എപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും ആ മരുന്നൊന്നും ശരീരത്തിന് ഏൽക്കുന്നില്ല. കാരണം നയനമോളുള്ളപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. ആ കുട്ടിയില്ലാത്ത കാരണ എല്ലാ പ്രശ്നങ്ങളും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ ജയൻ പറയുന്നുണ്ട് ദേവയാനിയുടെ അടുത്ത്, കണ്ടോ അച്ഛനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നയന തിരികെ ഇങ്ങോട്ട് വരാനായിട്ട്, നീയൊന്ന് അവളെ വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ദേവയാനോട് പറയുന്നു. ദേവയാനിക്ക് അതിലൊന്നും തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല.